തിരുവനന്തപുരത്തും ആലപ്പുഴയിലും കൊല്ലത്തും ശക്തമായ കടലാക്രമണം എന്ന വാർത്തയാണ് വരുന്നത്. തിരുവനന്തപുരത്തെ പൂവാർ മുതൽ പൂന്തുറ വരെയുള്ള ഭാഗത്താണ് കടലാക്രമണം രൂക്ഷമായിരിക്കുന്നത്. റോഡിലേക്കും കടകളിലുമേക്കും ഒക്കെ വെള്ളം കയറിയിട്ടുണ്ട്. കോവളം ബീച്ചിലേക്ക് പ്രവേശനം ഇപ്പോൾ നിരോധിച്ചിരിക്കുന്നു. ആലപ്പുഴയിൽ പുറക്കാട്, വളഞ്ഞവഴി, ചേർത്തല, പള്ളിത്തോട് എന്നിവിടങ്ങളിൽ കടൽക്ഷോഭം ശക്തമാണ്. പള്ളിത്തോട് വീടുകളിൽ കടൽ വെള്ളം കയറി. കൊല്ലം താന്നി കടൽ തീരത്താണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കടൽക്ഷോഭം ഉണ്ടായത്. തിരുവനന്തപുരത്ത് നിന്നും സുനിഷ യെല്ലൂരും ആലപ്പുഴയിൽ നിന്ന് ആർ ശ്രീജിത്തും കൊല്ലത്ത് നിന്ന് ദിലീപ് ദേവസിയും ചേരുന്നു. സുനിഷ, ഇപ്പോൾ പൂന്തുറ ഭാഗത്താണ് രൂക്ഷമായ കടൽക്ഷോഭം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ? സുനിഷയിലേക്ക് നമുക്ക് എത്താം. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും ആ ശ്രീജിത്തുണ്ട്. ശ്രീജിത്ത്, പുറക്കാട്, വളഞ്ഞ വഴി, ചേർത്തല ഉള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ കടൽക്ഷോഭം ശക്തമാണെന്ന് അറിയാൻ കഴിയുന്നു. എന്താണിപ്പോൾ അവിടുത്തെ സ്ഥിതി? ആലപ്പുഴ ജില്ലയ്ക്ക് ഏതാണ്ട് 100 കിലോമീറ്ററോളം തീരപ്രദേശമുള്ള മേഖലയാണ്. തെക്കൻ തീരമായ ആറാട്ടുപുഴ മുതൽ വടക്ക് അന്ധകാരനഴി വരെയുള്ള സ്ഥലങ്ങളിൽ രൂക്ഷമായ കടലാക്രമണമാണ് ഉച്ച മുതൽ അനുഭവപ്പെടുന്നത്. ആറാട്ടുപുഴയിൽ കടലാക്രമണമുണ്ട്. തൃക്കുന്നപ്പുഴ തീരങ്ങളിൽ കടലാക്രമണം ഉള്ളതായി റിപ്പോർട്ടുകളുണ്ട്. വടക്ക് ദിക്കിലേക്ക് വന്നാൽ അമ്പലപ്പുഴ, പുറക്കാട്, അതോടൊപ്പം തന്നെ വളഞ്ഞവഴി തുടങ്ങിയ മേഖലകളിലും കടലാക്രമണം ശക്തമാണ്. വളഞ്ഞവഴിയിൽ കടലാക്രമണം ശക്തമായതോടെ 10 വീടുകൾ തകരുമെന്ന ഭീഷണിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. തീരദേശവാസികൾ കടുത്ത ആശങ്കയിലാണ്. ഇതോടൊപ്പം തന്നെ ചേർത്തല, പള്ളിത്തുറ മേഖലയിലും ഈ കടലാക്രമണം ശക്തമാണ്. വേലിയേറ്റമാണ് ഈ കടലാക്രമണത്തിന് കാരണമെന്നാണ് പറയുന്നത്. രാവിലെ കടൽ പിൻവലിഞ്ഞ പ്രദേശമായ പുറക്കാടും ഇപ്പോൾ കടലേറ്റം ശക്തമാണെന്നാണ് തദ്ദേശവാസികളിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ശക്തമായ കടലാക്രമണമാണ് ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. പല മേഖലയിലൊക്കെ വലിയ കടൽക്ഷോഭമാണ് അനുഭവപ്പെടുന്നത്. സുനിഷ യെല്ലൂരുണ്ട്. സുനിഷ, പൂന്തുറ മേഖലയിലാണ് അവിടെ വലിയ പ്രശ്നമെന്നാണ് മനസ്സിലാവുന്നത്. കോവളം ബീച്ചിലേക്കുള്ള പ്രവേശനം ഇപ്പോൾ നിരോധിച്ചിരിക്കുന്നു. ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. വലിയ രീതിയിൽ കടൽ അടിച്ചു കയറുന്നതാണ് കാണുന്നത്. വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടോ? വിനിത, തലസ്ഥാനത്തും സമാനമാണ് സ്ഥിതി. തീരപ്രദേശങ്ങളിലൊക്കെ തന്നെയും രൂക്ഷമായ കടലാക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ഉച്ച മുതൽ കടലേറ്റം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പറഞ്ഞതുപോലെ തന്നെ പൂന്തുറ ഭാഗങ്ങളിൽ, അതേസമയം തന്നെ പൊഴിയൂർ ഭാഗങ്ങളിൽ, കോവളം ഭാഗങ്ങളിലൊക്കെ തന്നെ കടലാക്രമണം രൂക്ഷമാണ്. നേരത്തെ ഈ മുന്നറിയിപ്പ്, കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു. ശക്തമായ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്, ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് എന്നതടക്കമുള്ള മുന്നറിയിപ്പുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടി കടലാക്രമണം രൂക്ഷമാവുകയായിരുന്നു. പൊഴിയൂരിൽ വലിയ കടലാക്രമണത്തിൽ മത്സ്യബന്ധന ഉപകരണങ്ങളും യാനങ്ങളും അടക്കം നശിച്ചിട്ടുണ്ട്. വീടുകളിലടക്കം വെള്ളം കയറുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ തീരത്തോട് ചേർന്നുള്ള റോഡ് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇവിടെ തന്നെ ഈ ഒരു ഓക്കി സ്മാരകമുണ്ടായിരുന്നു. ആ പാർക്കിലും പല നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം തന്നെ പൂവാർ മുതൽ പൂന്തുറ വരെയുള്ള ഭാഗത്തും ശക്തമായ കടലാക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. വിഴിഞ്ഞത്തും കോവളത്തും ഒക്കെ സമാനമാണ് സ്ഥിതി. കോവളം ബീച്ചിലേക്കുള്ള പ്രവേശനം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട്. കോവളത്തിന്റെ ഈ ബീച്ചിന് സമീപത്തുള്ള കടകളിലൊക്കെ തന്നെയും വെള്ളം കയറിയ അവസ്ഥയാണ് ഉള്ളത്. അതേസമയം തന്നെ വിഴിഞ്ഞത്ത് ശക്തമായ തിരയിൽ ഈ കരക്ക് വെച്ചിരുന്ന വള്ളം ഒഴുകിപ്പോയി എന്നതടക്കമുള്ള വാർത്തകളും വരുന്നുണ്ട്. ഏതായാലും തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിലും ശക്തമായ കടലാക്രമണം ഉണ്ടാകുന്നു. വീടുകളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥ, റോഡുകൾ തകരുന്ന അവസ്ഥ, അത്തരത്തിൽ രൂക്ഷമായ കടലാക്രമണം, കടലേറ്റം തന്നെയാണ് തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിലും കാണാൻ കഴിയുന്നത്. വിനീത, സുനിഷ തുടരുക. ദിലീപ് ദേവസി കൂടി ചേരുന്നു. ദിലീപ്, ഇപ്പോൾ കൊല്ലത്ത് ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ കടൽക്ഷോഭം ഉണ്ടായിരിക്കുന്നത്? ആളുകൾക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? വിനീത, അങ്ങ് വർക്കല മുതൽ കൊല്ലത്തിൻ്റെ അങ്ങേ തീരം വരെയുള്ള ഭാഗങ്ങളിലാണ് അപ്രതീക്ഷിതമായി ഉണ്ടായിരുന്ന കടൽക്ഷോഭം ഉണ്ടായത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് വലിയ തോതിൽ കടൽ അടിച്ചു കയറുകയും ഈ തീരത്തിരിക്കുന്ന ആളുകൾക്ക് ഭീതി ഉയർത്തുകയും ചെയ്തത്. ഇപ്പോൾ ഇവിടെ ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും തന്നെ വന്നിട്ടില്ലെങ്കിലും ഇവിടെ വലിയ തോതിൽ ആശങ്കയിലാണുള്ളത്. പക്ഷേ ഈ സമയത്ത് ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് നിരവധി പേരാണ് ഈ താന്നി കടപ്പുറത്ത് ഭാഗത്തേക്ക് വൈകുന്നേരം സായാഹ്നം ചെലവഴിക്കാൻ എത്തിയത്. ഇവരാരും തന്നെ ഒരു നിയന്ത്രണം, അല്ലെങ്കിൽ കടൽ ഇത്രയും അടിച്ചു കയറിയിട്ടും അതൊന്നും വകവയ്ക്കാതെ വീണ്ടും കടൽ തീരത്തോട്ട് ഇറങ്ങുന്ന ഒരു സാഹചര്യങ്ങളടക്കം നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ചേട്ടാ, ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ കടൽ അടിച്ചു കയറാനുള്ളത്? എന്തോന്നും അറിയാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയ കടലാണ് തീരദേശത്ത്. ഇപ്പം നമ്മുടെ സാധനങ്ങളെല്ലാം കരക്കയറ്റി വെച്ചേക്കുക. നാളെ തൊട്ടൊന്നും കടലിൽ പോകാൻ പറ്റത്തില്ല. അത് എന്തോ നമുക്കറിയാം. ഈ ന്യൂനമർദ്ദത്തിന് വല്ല ആണെന്നും അറിയാൻ പറ്റുന്നില്ല. നമുക്ക് കാലാവസ്ഥയിലുള്ള ഒരു മാറ്റം, അവസ്ഥയുടെ മാറ്റം തന്നെയാണ്. അല്ലാതെ വേറൊന്നുമല്ല. ഇതുപോലെ മുമ്പ് ഇതാണൊക്കെ വന്നിട്ടില്ല. ഇപ്പം ഈ മാസം കടൽ പറ്റിക്കിടക്കുന്ന സമയമാണ്.
ഇതിപ്പോൾ ഇന്നലെ രാത്രി തൊട്ടാണ് ഈ കടലിങ്ങനെ വരാൻ തുടങ്ങിയത്. പുറംകടൽ ശാന്തമാണ്. പുറംകടലും ആയിപ്പുണ്ടാവും, ആയിപ്പുണ്ടാവും കടലിൻ്റെ ഉണ്ടാവും, ഇതിൻ്റെ ഓട്ടം ഉണ്ടാവും പടിഞ്ഞാറും. രാത്രി ഇങ്ങനെ തുടരുമോ? രാത്രി ഇതിനെക്കാട്ടി കടലായിരിക്കും, തിരമാല കൂടാൻ ചാൻസ് ഉണ്ട്. എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മുൻകരുതൽ? അങ്ങനെയുള്ള സംവിധാനം ഒന്നുമില്ല ഇതുവരെ, അവർ എന്തായാലും വന്നിട്ടില്ല ആരെയും സർക്കാരിൽ നിന്നും. നിങ്ങൾ എന്തെങ്കിലും മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട്? നമ്മളെ സാധനങ്ങളെല്ലാം ഏക്കറെല്ലാം മേളിൽ കയറ്റിയിട്ടുണ്ട്. ഇപ്പോഴൊന്നും കടലിൽ പോയില്ല? ഇല്ല, കടലിൽ പോകത്തില്ല. കടൽ ശാന്തമായിട്ട് പോകും. കടലിൽ ശാന്തമായിട്ടേ പോകത്തുള്ളൂ. എന്തു പറ്റിയടാ? ഈ ഇരിക്കുന്ന സാധനങ്ങൾ തന്നെ നമ്മൾ കയറ്റിയിരിക്കുന്നത്. ഇത് മൊത്തം ഉച്ചയ്ക്ക് കയറ്റിയൊക്കെ ഈ സാധനങ്ങൾ മൊത്തവും. നാളെ നമുക്ക് കടലിൽ പോകാൻ പറ്റത്തില്ല. ഇതിപ്പോൾ കല്ലുകളെല്ലാം തെളിയാൻ തുടങ്ങി. ആ ഭാഗത്ത് താന്നി ഭാഗത്തൊക്കെ ഇപ്പോഴും ആളുകൾ കടലിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. പോകുന്നുണ്ട്. നമ്മൾ പറഞ്ഞാലും അവർ അംഗീകരിക്കത്തില്ല. പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ ബീച്ചിലൊക്കെ വരുന്നത്. അത് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു 3-4 മരണം നടന്നു അടുത്തടുത്ത്. കഴിഞ്ഞ ആഴ്ചയാണ് 2 പെൺകുട്ടികളെ രക്ഷിക്കുന്നതിനിടയിൽ ഒരു ആള് പുനലൂരുകാരൻ മരിച്ചത് ഇവിടെ. അത് തന്നെ അത് നമ്മളിപ്പോൾ ഒരു അപകടം പറ്റി പോലീസുകാരെ വിളിച്ചാലും അവർ പെട്ടെന്ന് മരുത്തൊന്നുമില്ല. അതുകൊണ്ട് ഇവരടുത്ത് പറഞ്ഞാൽ ഇവർ കേൾക്കത്തോ, അതുകൊണ്ടിപ്പോൾ നമ്മൾ പറയത്തുമില്ല. വിനീത, നമ്മൾ നേരിട്ട് കണ്ട കാഴ്ചയാണ്. അങ്ങ് കുറച്ച് അകലെ ആളുകൾ ഇങ്ങനെ ഈ തിര അടിച്ച് പൊന്തുമ്പോൾ, ഒരു 3 ആളുടെ ഹൈറ്റിൽ തിര അടിച്ച് പൊന്തുമ്പോൾ അടക്കം കടലിലേക്ക് ഇറങ്ങുക, അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു സാഹചര്യങ്ങളാണ്. ഇന്നലെ മുതൽ കടൽ എന്തെന്നില്ലാത്ത തരത്തിൽ കടൽ അടിച്ചു കയറുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ശരി, ഏതായാലും വലിയ ആശങ്കയിൽ തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിലീപ്, അധികൃതരുടെ ഒരു അടിയന്തര ശ്രദ്ധ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം. പൂവാർ മുതൽ പൂന്തുറ വരെയുള്ള ഭാഗത്താണ് തിരുവനന്തപുരത്ത് കടലാക്രമണം രൂക്ഷമായിരിക്കുന്നത്. ആലപ്പുഴയിലാണെങ്കിൽ പുറക്കാട്, വളഞ്ഞ വഴി, ചേർത്തല, പള്ളിത്തോട് എന്നിവിടങ്ങളിലാണ് കടൽക്ഷോഭം ശക്തമായത്. കൊല്ലത്ത് താന്നി കടൽ തീരത്ത് ഇപ്പോൾ ദിലീപ് നിൽക്കുന്ന താന്നി കടൽ തീരത്തും കടൽക്ഷോഭം രൂക്ഷമാണ്. യാതൊരു തരത്തിലുള്ള നിർദ്ദേശങ്ങളോ മറ്റോ ഇപ്പോൾ ലഭിച്ചിട്ടില്ല എന്നാണ് ദിലീപ് പറയുന്നത്. സുനിഷ അയ്യല്ലൂരും ശ്രീജിത്തും ദിലീപ് ദേവസ്യയുമാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക്